അവരെ കെട്ടിപ്പിടിക്കുന്നു, മഴുക്കുന്നു, കൂടെ നടക്കുന്നത് എന്തൊക്കെ കാണിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടറിയാം. എന്നാൽ പോലും അനീഷ് ഈ വക കാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് ഉണ്ടായിരിക്കുന്നത്. അവരത് കണ്ട് സഹിക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ തൊടാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നല്ല അറിവും ജ്ഞാനവും വിവരവും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എത്രത്തോളം ഈ വോയിസ് അനീഷിന്റെ ഫാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ അനീഷിൻ്റെ ഫാനാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടേതാണ്. കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൽ ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ? ബിഗ് ബോസും കഴിഞ്ഞ് ഗെയിമിൻ്റെ വഴിക്കായി വിട്ട് സ്വന്തം ജീവിതം നോക്കി പോകുന്ന അനീഷിനെ ഇവരൊറ്റ ഒരുത്തി കാരണം ഇല്ലാത്ത നെഗറ്റീവ് മൊത്തം വിളിച്ച് വരുത്തി പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു വോയിസ് വന്നേക്കുന്നത്. ആ രീതിയിലാണ് ഈ വോയിസിനകത്ത് ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നും. അവന് ഇപ്പൊ കുറെ ദിവസമായിട്ട് അനീഷൻ ചില കളി കളിക്കുന്നുണ്ട്. കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാണ് എനിക്ക് തോന്നുന്നത്. അനുവിന്റെ PR-ന്റെ കൂടെയുള്ള അവന് ശരിക്കും അങ്ങനെ തോന്നിയായിരുന്നോ? അല്ലെങ്കിൽ ആ വോയിസിൽ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഞാൻ ഷിയാസ് കരീമിൻ്റെ ആളാണെന്നുള്ളത്? അല്ലെങ്കിൽ ആ പേര് കണ്ടിട്ടാണോ ഇവൻ ഷിയാസ് കരീമിൻ്റെ ആൾക്കാരാണ് എന്ന് അമ്മച്ചിക്ക് പറയാൻ തോന്നുന്നത്? അമ്മച്ചി അനീഷിന്റെ വീഡിയോയിലാണ് അനീഷ് വൃത്തികെട്ടവനാണ്, നാടുകയാണ്, എന്റെ ഇതിന്റെ അമ്മയെ ചെയ്യാൻ ചെല്ലായിരുന്നോ അനീഷ്? അതുകൊണ്ട് അമ്മയ്ക്ക് ചെറുപ്പം ഉണ്ടാക്കി അനീഷ് എന്ന് കണ്ടത് അദ്ദേഹം മോശം. ഇതുപോലെ എന്ത് നല്ല സംസ്കാരം! ഇങ്ങനെയാണോ അമ്മച്ചിയുടെ വീട്ടിൽ സംസാരിക്കുന്നത്? ആണോ? നല്ല സംസ്കാരം കേട്ടോ. ഉള്ള മക്കളോടൊക്കെ ഇങ്ങനെയാണ് അമ്മച്ചി സംസാരിക്കുന്നതെങ്കിൽ തീരുമാനമായി അമ്മച്ചി. അത്ര നല്ല സംസ്കാരമാണ് അമ്മച്ചിക്ക്. ഞാൻ എവിടെയും ഇങ്ങനൊരു കമൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങളോ കണ്ടിട്ടില്ല. അമ്മച്ചി എവിടുന്നാ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനി അമ്മച്ചി അഥവാ അത് സത്യമാണെങ്കിൽ അമ്മച്ചി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടായിരുന്നില്ല അമ്മച്ചി. അമ്മ ചെറ്റ ഒരു വൃത്തികെട്ടവനാണെന്ന് നോക്കണം. അത് നല്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അത് കൃത്യമായിട്ട് ഒരു പോലെ അനുവിന്റെ PR തന്നെയാണ്. അവരുടെ കൂടെയുള്ള ഷിയാസ് കരീമിന്റെ ആളാണ്. അതാണ് ഈ പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഗെയിം കഴിഞ്ഞ ചേച്ചി അനീഷിനോ അനീഷിൻ്റെ കുടുംബത്തിനോ ഇല്ലാത്ത പ്രശ്നം ചേച്ചിക്ക് എന്തിനാണെന്ന് എനിക്ക് അമ്മച്ചിക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അമ്മച്ചി. അനീഷ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. അനീഷിൻ്റെ ജീവിതമായിട്ട് പോയി. പിന്നെ അമ്മച്ചിക്ക് എന്താണ് പ്രശ്നം? അനീഷ് ഫാനാണെന്നും പറഞ്ഞ് വന്നിട്ട് അനീഷിൻ്റെ നെഗറ്റീവും ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള സ്ഥാനമൊക്കെ നശിപ്പിക്കാനുള്ള പുറപ്പാടിലാണോ അമ്മച്ചി? എൻ്റെ അമ്മച്ചി വീട്ടിൽ പോയി വല്ല പണിയെടുക്കാം അമ്മച്ചി. ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കല്ലേ. യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു നല്ലൊരു മാന്യനായ ഒരു സ്ത്രീകളെ പോലെയുള്ള ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് വെക്കുന്ന അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ്. ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ് അഴിവ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ എഡിക്റ്റായപ്പോ തന്നെ ഒച്ച വെച്ചുകൊണ്ടാണ് കവിളിൽ ഉമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്നത്. അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉള്ളത് വിധിയല്ലോ. പിന്നെ പുറത്ത് വന്ന ഒന്നിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കവിള് കവിളൊക്കെ അങ്ങ് പൊട്ടിച്ച് എന്താ കാണിക്കുന്നത്? അതുപോലെ എത്ര പേരെ ഈ അമ്മച്ചി സദാചാരം കൊണ്ട് വന്നതാ. അമ്മച്ചി ശരിക്കും അനീഷ് ഫാനാണോ അതോ അനുമോൾ ഫാനാണോ? അല്ല, അനുമോളുടെ സദാചാരമാണല്ലോ അമ്മച്ചി ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കുന്നത്. എന്തോന്ന് അമ്മച്ചി! ഈ അനീഷ് എന്ന വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീകളെ, പുരുഷന്മാരെ പോലും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആവശ്യമായിട്ട് ഒരു സ്ത്രീകളെ പോലും സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ആ ആളായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഹഗ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. ഒരു പെണ്ണുങ്ങളെ ബെഡ് കയറി ഇരിക്കാനോ കിടക്കാനോ ഈ നെഗിലൊക്കെ കാണിക്കുന്ന പോലെയുള്ള വൃത്തികളോ ആരിനൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എല്ലാവരും കണക്കായിരുന്നു. അതിനകത്തുള്ളൂ പെണ്ണുങ്ങളെ കെട്ടിപ്പിടുത്തവും എല്ലാമായിരുന്നു. ഏതാ ഷാനവാസ് അങ്ങനെ പെണ്ണുകൂട്ടിയിട്ടുണ്ടാകും. അവരെ കെട്ടിപ്പിടിക്കുന്നു, വെക്കുന്ന കൂടെ നടക്കുന്നത് എന്തൊക്കെ കാണിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അമ്മച്ചിക്ക് സദാചാര പ്രാന്താണ് അമ്മച്ചി. സദാചാരം. ഇത് 2025 അമ്മച്ചി, 26 ആവാൻ പോവാ. എന്നിട്ട് അമ്മച്ചി സദാചാരം കൊണ്ട് നടക്കുന്നത് എന്തോന്ന് അമ്മച്ചി. അനീഷ് ഏതൊരു കാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് ഉണ്ടായിരിക്കുന്നത്. അത് കണ്ട് സഹിക്കാൻ. കാരണം ഇനി എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ തൊടാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നല്ല അറിവും ജ്ഞാനവും വിവരവും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസും നിർത്തണമെന്ന് അദ്ദേഹം ആദ്യം മുതലേ പറയുന്നതാണ്.
അതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന് കൊടുത്ത ആദരവ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എത്ര കറയില്ലാത്ത ഒരു മനുഷ്യനാണെന്നുള്ളത്. ഒരൊറ്റ കുഞ്ഞു പോലും അദ്ദേഹത്തിനെതിരെ പറയാതിട്ടാണ് ഒരു വൃത്തികെട്ടവനെ എങ്ങോ ഇരുന്ന് അനീഷിന്റെ നാട് പോയിട്ട് അനീഷിന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലാത്ത ഒരുപ്പം വെറുതെ അങ്ങോട്ട് എഴുതി വിടും. അവനാണ് ഈ അനീഷിനെ അങ്ങോട്ട് താറടിക്കാനുള്ളത്. ഏതാ നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? അനീഷിനെ താഴെ കിട്ടിയ ഭാര്യ അത് അവര് വേറെ കല്യാണം വെച്ച് ഒരു സുഖമായി ജീവിക്കും. അവര് പോലും ഒരു കംപ്ലൈന്റ് ഇല്ല, അവരുടെ കുടുംബം പോലും വന്നിട്ടില്ല. അത്ര നല്ല നീറ്റായിട്ട് ഒരു വ്യക്തി അനീഷ് അത് പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ആ നാട് മൊത്തം ആദരിച്ച് അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്നത് എത്ര പേര് ആ ഗ്രാമം മുഴുവനും വൃത്തിയായിരുന്നു അനീഷിന് വേണ്ടി. അവരെല്ലാവരും അനീഷിനെ ഉണ്ടായി പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട മുഴുവൻ വന്നിരുന്ന് പറയുകയാണ് അനീഷ് വൃത്തികെട്ടനാണ്, എന്നാടിയാണ് എല്ലാം. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അനുമോൾ ഫാൻസ് ആണോ, അല്ലെങ്കിൽ അനുമോളുടെ ആർമിയുടെ കയ്യിൽ നിന്നോ ഇനി വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് അനീഷിനെ നെഗറ്റീവ് ആക്കണം എന്ന് കരുതിയിട്ട് ഇങ്ങനൊരു വീഡിയോ പുറത്ത് വിട്ടതാണോ, വോയിസ് പുറത്ത് വിട്ടതാണോ അമ്മച്ചി? അത് സംശയമാണ്. നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അനീഷിനെ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടി മാത്രമേ എവിടുന്നോ കച്ചകെട്ടി ഇറങ്ങിയ ഒരു തള്ള, അത്രേ പറയാനുള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇവരുടെ ഈ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി ചന്താന്നോ കോളനിന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അമ്മാതിരി വർത്തമാനാണ് ഇവർ പറയുന്നത്. ഇവരുടെ കാര്യങ്ങൾ പറയുന്നത് ഇതനുസരിക്കും വിജയിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ കുശുമ്പോഴാണ് ഇത്രയും സെലിബ്രിറ്റീസിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു സാധാരണക്കാരൻ ഒരു സപ്പോർട്ട് പുറത്തില്ലാതിരുന്ന ആൾ അകത്ത് പോയി അദ്ദേഹത്തിന്റെ വ്യക്തിമുക്തി ജനങ്ങളിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോട്ടുന്ന രീതി പ്രേക്ഷകർ അങ്ങോട്ട് സ്നേഹവും ബഹുമാനവും കൊണ്ട് ഒഴുക്കിയത്. അങ്ങനെ അയാൾ വിന്നറായി. ഫസ്റ്റ് തന്നെ കപ്പ് കൊടുത്തത് ലാലപ്പിന്റെ ചില ഉത്സവ രീതികളോട് മാത്രമാണ് ഒഴിപ്പിച്ചു കൊടുത്തത്. കയ്യിലുള്ളവരെ അദ്ദേഹം എന്നും താഴ്ത്തിക്കെട്ടാനേ നോക്കിയിട്ടുള്ളൂ മോഹൻലാല്. പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാല് വിന്നറാക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ. അപ്പൊ ആ 10 പൈസ വില കൽപ്പിച്ചിട്ടില്ല മോഹൻലാൽ ഈ കാര്യത്തില്. ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജിതനാണ്. അദ്ദേഹത്തിന് അസൂയയും കുശുമ്പോ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് 10 പൈസക്ക് വില വെക്കുന്നില്ല. അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ച് വലിയധികം എന്നോടുകൂടി അവള് തന്നെ പറയുന്നത് സെക്കൻഡ് ഇങ്ങനെ എനിക്ക് വളരെ സന്തോഷമാണ്. ഫൈനൽ 5 വരുന്ന ഓർത്തിരുന്നു. അവൾ ഞെട്ടി അവളുടെ കൈ പൊക്കിയ. കാരണം വലുതുകളില് വന്ന് മോഹൻലാലിനെ വരെ ഇതിലോട്ട് വലിച്ചഴിക്കുന്നുണ്ട് ഈ അമ്മച്ചി. അമ്മച്ചിയുടെ ശരിക്കുള്ള പ്രശ്നം എന്തുവാ അമ്മച്ചി? ആരോ വന്ന് അനീഷിൻ്റെ പോസ്റ്റിനും വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്നതാണോ അമ്മച്ചിയുടെ പ്രശ്നം? അല്ലെങ്കിൽ അമ്മച്ചിയുടെ സദാചാര മൈൻഡ് സെറ്റാണോ അമ്മച്ചിയുടെ പ്രശ്നം? അതല്ലെങ്കിൽ അനുമോള് ജയിച്ചതാണോ അമ്മച്ചിയുടെ പ്രശ്നം? ഇനി അതും അല്ലെങ്കിൽ അനീഷ് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയതാണോ അമ്മച്ചിയുടെ പ്രശ്നം? ഇതിലേതാണ് അമ്മച്ചിയുടെ ശരിക്കുള്ള പ്രശ്നം? അത് അമ്മച്ചിക്ക് വല്ല ധാരണയുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മച്ചി ഇതുപോലൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വോയിസ് വിടത്തില്ല. ഒരു ബോധവും ഇല്ല, വിവരവും ഇല്ല. താൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ താൻ ഇങ്ങനൊരു വോയിസ് പുറത്ത് വിട്ടാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പോലും ഒരു ബോധവും ഇല്ലാത്ത ഒരമ്മച്ചി എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അമ്മച്ചിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാ പ്രശ്നവും ഞാൻ കാണുന്നു. ശരി എന്നാൽ.